നമ്മൾ എന്തോതിനെ പറ്റിയാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടെങ്കിൽ പോലും അഭിപ്രായം പറയാനായിട്ട് നമ്മുടെ ആൾ തയ്യാറാണ്. പിന്നെ എനിക്ക് കിട്ടിയത് രണ്ടും വിദേശത്തു നിന്നായിരുന്നു. അപ്പോൾ വിവാദത്തിന് സ്കോപ്പ് കുറവാണ്. എനിക്ക് പേടിയായിരുന്നു. പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഈ കുട്ടികൾ ആരെങ്കിലും തോറ്റെങ്കിൽ അവർ പറയും ഈ ഒന്നും അറിയാൻ വയ്യാത്ത ടീച്ചറൊന്ന് പഠിപ്പിച്ചിട്ടാണെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യം അവർ പറഞ്ഞത് ബ്രിട്ടീഷ് ആൻഡ് ട്രാവൻകോർ റിലേഷൻഷിപ്പ് പറയണം എന്നാണ് ആദ്യം അവർ ആവശ്യപ്പെട്ടത്, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി. കൊളച്ചൽ യുദ്ധത്തിനെ പറ്റി നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എത്ര കുട്ടികൾക്കറിയാം? അതിനും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമുക്കിതിനുള്ള യോഗ്യത എന്തോന്ന്? രാജാ രവിവർമ്മയുടെ കൊച്ചുമകളുടെ കൊച്ചുമകൾ. തമ്പുരാട്ടി നമസ്കാരം. നമസ്കാരം നളൻ. പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടിയെ തേടി വിദേശത്ത് നിന്ന് 2 അംഗീകാരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യത്തേത് അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേച്ചറാണ്, അത് സെനറ്റാണ് തമ്പുരാട്ടിക്കൊരു സൈറ്റേഷൻ നൽകിയിരിക്കുന്നത്. പ്രേക്ഷകർക്കായി ആ സൈറ്റേഷൻ ഞാനൊന്ന് വായിക്കാം. സൈറ്റേഷൻ: കമൻഡേഷൻസ് ആൻഡ് പ്രേസ് ആർ എക്സ്റ്റെൻഡഡ് ടു Her Highness Princess Pooyam Tirunal Gauri Parvati Bhai by the citizenry of the 11th New Jersey Legislative District upon the occasion of her visit to the Sri Guruvayurappan Temple and for her invaluable contributions to the Hindu communities throughout the world. അപ്പോൾ അമേരിക്കയുടെ ഒരു സംസ്ഥാനം, അതിൻ്റെ നിയമനിർമ്മാണ സഭ ആണ് തമ്പുരാട്ടിക്ക് ഈ ഒരു ആദരവ് നൽകിയിരിക്കുന്നത്. അതാണ് ആദ്യത്തെ അംഗീകാരം. രണ്ടാമത്തെ അംഗീകാരം ഒരു നാഷണൽ ഓണറാണ്. ഫ്രാൻസിലെ ഹയസ്റ്റ് ഓണർ എന്ന് പറയാവുന്ന ദ ലീജിയൻ ഓഫ് ഓണർ. അപ്പോൾ അതിലെ ഷെവലിയർ പുരസ്കാരമാണ് തമ്പുരാട്ടിയെ തേടിയെത്തിയിരിക്കുന്നത്. അത് ഈ ഇൻഡോ ഫ്രഞ്ച് റിലേഷൻഷിപ്പ്, ആ കൾച്ചറൽ എക്സ്ചേഞ്ച്, അതിലൊക്കെ വളരെ സംഭാവനകൾ നൽകിയതിനാണ് തമ്പുരാട്ടിക്ക് അത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 അംഗീകാരങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. തമ്പുരാട്ടി, ആദ്യം നമുക്ക് നാഷണൽ അവാർഡിനെ കുറിച്ച് തന്നെ ആയിക്കോട്ടെ. തമ്പുരാട്ടി തിരുവനന്തപുരത്ത് അലിയാൻസ് ഫ്രോൺസയുടെ ഒരു ആക്റ്റീവ് മെമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിൽ തമ്പുരാട്ടി അതിൻ്റെ കൾച്ചറൽ എക്സ്ചേഞ്ചിൽ ഏതൊക്കെ രീതിയിൽ തമ്പുരാട്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? അത് ഞാൻ വളരെ നാളായിട്ട് അലിയൻസിൻ്റെ മെമ്പറാണ്. അവരുടെ ആക്ടിവിറ്റീസ് ഞാൻ വളരെ എല്ലാ പരിപാടിക്കും പോകുന്നു എന്നൊന്നും പറയാൻ നോക്കില്ല. കുറച്ചുകൂടെ ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറാണ് ഞാൻ. എന്നാലും അവർ കിങ് ലിയർ എന്ന് പറഞ്ഞ ഷേക്സ്പിയറിൻ്റെ കിങ് ലിയറിനെ കഥകളി രൂപത്തിൽ ആക്കി ഇവിടെ പ്രസൻറ്റ് ചെയ്തു. അത് നമ്മുടെ കോട്ടയ്ക്കകത്ത് വെച്ചായിരുന്നു. അതിന് കുറച്ച് കോഓപ്പറേഷൻ വേണ്ടി വന്നു. അത് ഞാൻ ചെയ്തു കൊടുത്തു. ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെൻറ്റ്. ബിക്കോസ് ഈ വേഷങ്ങൾ എങ്ങനെ വേണം, ഇപ്പോൾ ചുമന്ന താടിയായിട്ട് ആരാ വരേണ്ടത്, അല്ലെങ്കിൽ കത്തി. അപ്പോൾ ഇതിനൊക്കെ അല്പം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മുടെ ഐഡിയ ഓഫ് കഥകളിയും അവരുടെ ഐഡിയ ഓഫ് കഥകളിയും രണ്ടും കൂടെ ഒത്ത് ചേർത്ത് പോകാനായിട്ട്. എങ്കിലും അതൊരു സക്സസ്ഫുൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. അത് ചെയ്തു. പിന്നെ ബോൺജൂർ ഇന്ത്യ എന്ന് പറഞ്ഞ് 2 കൊല്ലം മുമ്പേ ആണെന്ന് തോന്നുന്നു ഒരു പ്രോഗ്രാം നടത്തി. അതിനും നമ്മൾ ചെറിയ രീതിയിലൊക്കെ സഹായിക്കാൻ സാധിച്ചു. പിന്നെ പിയർ ലോട്ടിയുടെ സന്ദർശനം ഇന്ത്യയിലേക്കും തിരുവിതാംകൂറിലേക്കും അന്ന് ബ്രിട്ടീഷുകാരറിയാതെ ഒരു അവാർഡ് ശ്രീമൂലം തിരുനാളിന് വേണ്ടി പിയർ ലോട്ടി കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്നാണ്. ദാറ്റ് വാസ് ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ അന്ന് ബ്രിട്ടീഷ് ഭരണകാലമല്ലേ, അപ്പോൾ ബ്രിട്ടീഷുകാർ അറിയാതെ അദ്ദേഹം കൊണ്ടുവന്ന് കൊടുത്തു. കാരണം ബ്രിട്ടനും ഫ്രാൻസും അക്കാലത്ത് രസക്ഷയത്തിലായിരുന്നു. അതെ, അങ്ങനെ കൊണ്ടു കൊടുത്തു. അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്. അപ്പോൾ ധാരാളം ഫ്രാൻസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവർക്കൊരു വലിയ കൾച്ചറാണ് അവരുടെ. യൂറോപ്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ അതും വളരെ ഒരു പുരാതനമായ ഒരു കൾച്ചർ തന്നെയാണ്. പിന്നെ അവരുടെ മ്യൂസിയംസ്, അവരുടെ ഷോസ്, അവരുടെ കാസിൽസ്, ഇതൊക്കെ പോയി കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ തമ്പുരാട്ടി ഒരു ഫ്രഞ്ച് ടീച്ചറും കൂടെ ആയിരുന്നു. അത് തമ്പുരാട്ടി എനിക്കൊന്ന് വിദ്യാർത്ഥി കാലഘട്ടം കഴിഞ്ഞ ഉടൻ തമ്പുരാട്ടി വിമൻസ് കോളേജിൽ ഫ്രഞ്ച് അധ്യാപികയായിട്ട് ജോലി എന്ന് പറഞ്ഞാൽ തമ്പുരാട്ടി ഒരു സർവീസ് പോലെ ചെയ്തതാണ്, ശമ്പളം വാങ്ങിയല്ല. അങ്ങനെ ഫ്രഞ്ച് അധ്യാപികയായിട്ട് 1 വർഷം
തമ്മിലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്? അതെ, എൻ്റെ ടീച്ചർ ജെന്നി ടീച്ചർ, മിസ് ജെന്നി എന്ന് പറഞ്ഞാൽ അവർ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. പക്ഷേ അവർക്ക് ഞങ്ങൾക്ക് എന്തോ ഒരു വി ഹിറ്റ് ഓഫ് വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞ മാതിരി ടീച്ചർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു, എനിക്ക് ടീച്ചറേയും വലിയ കാര്യമായിരുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കഷ്ടപ്പെട്ട് പാടുപെട്ടിരുന്ന് പഠിച്ച ഒരു വിഷയമാണ് ഫ്രഞ്ച്, ബാക്കി എല്ലാത്തിനെക്കാട്ടിലും. ബിക്കോസ് ഞാൻ ലേറ്റായിട്ടാണ് തുടങ്ങിയത്. പിന്നെ പഠിപ്പിക്കുന്നത് മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ബിക്കോസ് ഈ മലയാളം മീഡിയത്തിലുള്ളവർക്ക് ഇംഗ്ലീഷ് തന്നെ വിഷമമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നിട്ട് എനിക്ക് പേടിയായിരുന്നു. പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഈ കുട്ടികൾ ആരെങ്കിലും തോറ്റെങ്കിൽ അവർ പറയും ഈ ഒന്നും അറിയാൻ വയ്യാത്ത ടീച്ചറൊന്നും പഠിപ്പിച്ചിട്ടാണെന്ന്. പക്ഷേ ഞാൻ പഠിപ്പിച്ച സകല കുട്ടികളും ജയിച്ചു എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ള, ഫ്രഞ്ചിൽ ജയിച്ചു എല്ലാവരും. അതൊരു വലിയ സന്തോഷമാണ്. ഇന്നലെ പോലും എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചു, റിമെമ്പർ മീ യുവർ സ്റ്റുഡൻറ്റ്. അവരെയൊക്കെ വാസ്തവത്തിൽ ഇന്നിപ്പോൾ അവരൊക്കെയാണ് അവരെല്ലാവരും കൂടെയാണ് എനിക്ക് ശരിക്കും ഈ അവാർഡ് തന്നത്. ഫ്രഞ്ച് ഗവൺമെൻറ് തന്നെങ്കിലും ഈ ഫ്രഞ്ചുമായിട്ട് ബന്ധപ്പെട്ടവർ അവരുടെ ഒരു സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് ഇത് കിട്ടിയത്. അതെ, ഇപ്പോൾ ഈ അവാർഡ് നൽകിക്കൊണ്ട് അറിയിച്ചുകൊണ്ട് ഫ്രഞ്ച് അംബാസിഡർ എഴുതിയ ലെറ്ററിൽ ഈ അവാർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്രിയേറ്റഡ് ഇൻ 1802 by Emperor Napoleon Bonaparte, the Legion of Honor is the highest civilian award given by the French Republic for outstanding service to France, regardless of the nationality of the recipient. The President of the French Republic is the Grand Master of the Order of the Legion of Honor. കൂടാതെ എന്തിനാണ് പൂയന്തിരുന്നാൾ തിരുമനസിന് ഇത് നൽകിയതെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇതും കൂടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത സൈറ്റേഷനിലേക്ക് പോകാം. ഇതിനകത്ത് പറയുന്നു, അംബാസഡർ എഴുതിയ ലെറ്ററിൽ പറയുന്നു, ഐ വാംലി കൺഗ്രാറ്റുലേറ്റ് യു ഫോർ ദിസ് ഡിസ്റ്റിങ്ഷൻ which comes in recognition of your high contribution not only to Indian society, especially in favor of women, but also to the friendship between France and India. As a teacher of French language and as a dynamic partner of the Alliance Francaise of Trivandrum, you have been all your life a friend of France and an actor of Indo-French cooperation. അപ്പോൾ ശരിക്കും ഇന്ത്യ ഫ്രഞ്ച് സഹകരണം, അതിന് നിർണായകമായ സംഭാവനകൾ സാംസ്കാരിക രംഗത്ത് നൽകിയതിനാണ് ശരിക്കും തമ്പുരാട്ടിക്ക് ഈ അത്യുന്നതമായിട്ടുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നമുക്ക് രസകരമായിട്ടുള്ള ഒന്ന് ഓർക്കുന്നത്, ഇവിടെ ഒരു അലിയാൻസിൻ്റെ പ്രോഗ്രാമിന് എൻ്റെ മകൻ ഒരു സംഗീതജ്ഞനാണെന്ന് അറിയാമല്ലോ. അപ്പോൾ എൻ്റെ മകനെ കൊണ്ട് ഒന്ന് വീണ വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ വായിച്ചപ്പോൾ അയാൾ ഫ്രഞ്ച് സോങ്സ് വീണയിൽ വായിച്ചു. എൻ്റെ മകൻ എന്നെക്കാട്ടിലും വൃത്തിയായിട്ട് ഫ്രഞ്ചിൽ സംസാരിക്കുകയൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഫ്രഞ്ച് സോങ്സ് വീണയിൽ വായിച്ചാൽ അത് അവർക്കൊരു കൗതുകമായിരുന്നു. കൗതുകരമായിട്ടുള്ള ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ. വളരെ പുരാതനമായിട്ടുള്ളൊരു ഫ്രഞ്ച് ക്ലോക്കിൻ്റെ സമീപത്താണ് തിരുമനസും ഞാനും ഇരിക്കുന്നത്. അത് 15 മിനിറ്റിൽ ഒരിക്കൽ അടിക്കുകയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അടിക്കുന്ന ശബ്ദം ഇതിനിടയ്ക്ക് വരുമായിരിക്കും. ഈ ഫ്രഞ്ച് ഓണർ ലഭിക്കുന്നതിന് മുമ്പ്, ഏതാനും ഒരു മാസം മുമ്പോ മറ്റോ തമ്പുരാട്ടിക്ക് കിട്ടിയതാണ് അമേരിക്കൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ന്യൂജേഴ്സി ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സെനറ്റ് നൽകിയ അംഗീകാരം. അപ്പോൾ അത് ഈ ഹിന്ദുധർമ്മത്തെ അതുപോലെ ഹിന്ദു സമൂഹത്തെ പ്രോത്സാഹിപ്പിച്ചതിനും അതിന് കോൺട്രിബ്യൂഷൻസ് നടത്തിയതിനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്കുകൾ. അതെനിക്ക് വളരെ ഒരു സന്തോഷമുള്ള അംഗീകാരമാണ്. വേറൊന്നും കൊണ്ടല്ലാതെ എന്നെ അംഗീകരിക്കുകയല്ല, നമ്മുടെ ഹിന്ദു ധർമ്മത്തിനെ ഒരു സായിപ്പിൻ്റെ, ഒരു നോൺ ഹിന്ദു രാജ്യത്ത് അതിന് ഒരു വിലയുണ്ടെന്നുള്ള അംഗീകാരമാണ്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വിഷയം തന്നത് അവരാദ്യം പറഞ്ഞു വിമൻസ് എംപവർമെൻറ്റ്. വിമൻസ് എംപവർമെൻറ്റ് പറഞ്ഞ് ഇനിയും പറയാൻ ബാക്കിയൊന്നുമില്ല, അത്രയും ഒരുപാട് പേര് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഹിന്ദുവിസത്തിൽ സ്ത്രീയുടെ റോൾ, അപ്പോൾ ഫെമിനിറ്റി ഇൻ ഡിവിനിറ്റി എന്ന് പറഞ്ഞാണ് സംസാരിച്ചത്. അതായത് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ ഈശ്വരൻ്റെ ജെൻഡറില്ല. ഈശ്വരനെ എന്നിട്ട് ഞാൻ പറഞ്ഞത് ഹീ, ഷീ, ഇറ്റ്, ഇതേതും ആവാം. പിന്നെ മൃഗമായിട്ടോ പക്ഷിയായിട്ടോ ഒരു കഷ്ണം തടിയായിട്ടോ വൃക്ഷമായിട്ടോ കല്ലായിട്ടോ ഒരു പിടി മണ്ണായിട്ടോ ഇതിലെല്ലാത്തിലും ഈശ്വരനെ കാണുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അതൊക്കെ അവർക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു മീറ്റിംഗ്, അത് സാഹിബ്മാർ മാത്രമേ ഉള്ളൂ.
ആ മീറ്റിംഗ് സിയാറ്റിൽ നടന്നത് അത് മദേഴ്സ് ഡേൻ്റെ അന്നായിരുന്നു. അപ്പോൾ ഈ മദേഴ്സ് ഡേന് അവർ ചോദിച്ചു, ഡിഡ് യു കോൾ യുവർ മോം ടുഡേ? ഞാൻ ചോദിച്ചു എന്തിനാ, അന്ന് അമ്മയുള്ള കാലമാണ്. ഞാൻ പറഞ്ഞു ഇല്ല, വിളിച്ചില്ല. യോ, മദേഴ്സ് ഡേ ആയിട്ട് അമ്മയെ വിളിച്ചില്ലേ എന്നവർ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് മദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു ദിവസം ഒഴിഞ്ഞു വെച്ചിട്ടില്ല അമ്മയ്ക്ക് വേണ്ടി ഒരാണ്ടിൽ. ഞങ്ങൾക്ക് എന്നും മദേഴ്സ് ഡേ ആണ്. എവറി ഡേ ഈസ് മദേഴ്സ് ഡേ. ആൻഡ് ഓൾസോ നമ്മുടെ കോൺസെപ്റ്റ് നമ്മളെന്താ പറയുന്നത്, മാതൃഭൂമി, മാതൃഭാഷ, മാതൃദേവോ ഭവ. ആദ്യം തുടങ്ങുന്നത് അങ്ങനെയാണ്, മാതാപിതാ ഗുരുദേവം എന്നല്ലേ. അപ്പോൾ ആ അമ്മയ്ക്ക് ഉള്ള സ്ഥാനം വളരെ വലുതാണ്. ദറ്റ് സ്ത്രീ, ദി പവർ ഓഫ് ഫെമിനിറ്റി എവരിവെയർ, അത് നമുക്ക് പണ്ടേ ഉള്ളതാണ്. പിന്നെ നമ്മൾ ആ രീതിക്ക് ജീവിച്ചോ എല്ലായിടത്തും, അത് വേറൊരു ചോദ്യം. പക്ഷെ നമുക്കത് ഉള്ളതാണ്, ഒരു സിദ്ധാന്തം എന്നുള്ളത് അതാണ്, തീർച്ചയായിട്ടും ഉള്ളതാണ്. അതുപോലെ തമ്പുരാട്ടി നിരവധി സ്ഥലങ്ങളിൽ വിദേശത്ത് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലണ്ടനിലെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ തമ്പുരാട്ടി ആർട്ട്, ആർക്കിടെക്ചർ, റിലീജിയസ് ഫെസ്റ്റിവൽസിനെ കുറിച്ചൊക്കെ പ്രഭാഷണം എനിക്കൊന്ന് സ്ലൈഡ് പ്രസൻറ്റേഷനോടുകൂടി നടത്തിയിട്ടുണ്ട്. എല്ലാം സ്ലൈഡ് പ്രസൻറ്റേഷൻ വെച്ചാണ്. ബിക്കോസ് അവർക്ക് ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഇസ് മച്ച് മോർ. നമ്മളൊരു 1000 വാക്ക് പറയുന്നതിനെക്കാട്ടിലും ഒരു പടം കാണുമ്പോഴാണ് കൂടുതൽ അതിനൊരു ഇമ്പാക്റ്റ് ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം അവർ പറഞ്ഞത് ബ്രിട്ടീഷ് ആൻഡ് ട്രാവൻകോർ റിലേഷൻഷിപ്പ് പറയണം എന്നാണ് ആദ്യം അവർ ആവശ്യപ്പെട്ടത്, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു പറയാം, പക്ഷേ അത് എല്ലാം സന്തോഷകരമായിട്ടുള്ളതായിരിക്കില്ല. ബിക്കോസ് ഇപ്പോൾ ശ്രീമൂലം തിരുനാളുടെ കാലത്ത് യുദ്ധത്തിന് ആളിനെ അയക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീമൂലം തിരുനാൾ പറഞ്ഞു, എൻ്റെ കുട്ടികൾ യുദ്ധത്തിന്, ബ്രിട്ടീഷ് വെള്ളക്കാരൻ്റെ യുദ്ധത്തിന് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ തടയില്ല, പക്ഷേ അവരെ ഫോഴ്സ് ചെയ്ത് ഞാൻ അയക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഞങ്ങൾ രണ്ട് വെടി കുറയ്ക്കുമെന്ന്, 21 19 ആക്കുമെന്ന്. അപ്പോൾ ശ്രീമൂലം തിരുനാൾ പറഞ്ഞത് എനിക്ക് ഒരു വെടിയില്ലെങ്കിലും വിരോധമില്ല, എൻ്റെ കുട്ടികളെ ആസ് കാനൺ ഫോഡർ ഫോർ എ വൈറ്റ് മാൻസ് വാർ ഞാൻ അയക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ എല്ലാം വളരെ ഒരു സന്തോഷമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് വേണ്ട, യു പ്ലീസ് ടോക്ക് അബൌട്ട് ആർക്കിടെക്ചർ ആൻഡ് റിലീജിയസ് ഫെസ്റ്റിവൽസ്. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് ഞങ്ങളത് തയ്യാറാക്കിയത്. ഭാഗ്യത്തിന് പഴയ സ്ലൈഡ്സ് കയ്യിലിരുന്നത് കൊണ്ട്, പെൻ ഡ്രൈവ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ കൂടെ തല്ലിക്കൂട്ടി 48 മണിക്കൂർ ജോലി ചെയ്താണ് വേറൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയത്. അതും അന്ന് കേൾക്കാൻ വന്നിരിക്കുന്ന പല ഇന്ത്യ ഹാൻഡ്സ്, പഴയ വളരെ വയസ്സായവർ ഒരുപാട് പേര് ഇതാ അടിക്കുന്നു, ഫ്രഞ്ച് ക്ലോക്ക് അടിക്കുന്നു. വളരെ വയസ്സായിട്ടുള്ള ബ്രിട്ടീഷ് ആളുകൾ, പണ്ട് പട്ടാളത്തിലിരുന്നവർ, ഇന്ത്യയിൽ ജീവിച്ച് പ്ലാന്റേഴ്സ്, അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചേ പറയാൻ പാടുള്ളൂ. തമ്പുരാട്ടി ഒരല്പം ഡീവിയേറ്റ് ചെയ്താൽ, തമ്പുരാട്ടി നേരത്തെ പറഞ്ഞു പോയല്ലോ ഈ ഗൺ സല്യൂട്ട്സിൻ്റെ കാര്യം, 21 നിന്ന് 19 കുറച്ചു എന്ന്. അല്ല, അത് ഒന്ന് ആളുകൾക്ക് ഒരുപക്ഷെ മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അല്പം കൂടെ. ഇത് ഈ ഇന്ത്യൻ സ്റ്റേറ്റ്സിന് ആചാരവെടികളുണ്ടായിരുന്നു, ഇത്ര എണ്ണം എന്ന്, അവരുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് എന്നുള്ളത്. അപ്പോൾ 21 ഹയസ്റ്റ് അതായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇൻസഫിഷ്യൻറ്റ് വാർ എഫേർട്ട് എന്ന് പറഞ്ഞാണ് അത് 19 ആക്കിയത്, ശ്രീമൂലം തിരുനാളുടെ കാലത്ത്. തമ്പുരാട്ടി അതുപോലെ സാൻ ഫ്രാൻസിസ്കോയിലെ ഏഷ്യൻ ആർട്സ് മ്യൂസിയം, അവിടെയും തമ്പുരാട്ടി ഇതുപോലെ ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്. തിരുവിതാംകൂർ സംസ്കാരത്തെക്കുറിച്ചായിരുന്നു. അതെ, ദാറ്റ് ഇസ് അബൌട്ട്. അപ്പം തിരുവിതാംകൂർ സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മലയാളി കൾച്ചർ എല്ലാം അതിലേക്ക് കുറച്ച് കൊണ്ടുവന്നു. അത് പക്ഷേ ഒരു വലിയ ഓഡിയൻസ് ആയിരുന്നു. ഈ വലിയ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെമ്പേഴ്സ് കുറച്ച് പേര് എല്ലാത്തിനും വരുന്നത്. പക്ഷേ എനിക്ക് സപ്പോർട്ടെന്ന് പറഞ്ഞത് ഈ മലയാളി കമ്മ്യൂണിറ്റി, അവർ വളരെ വലിയ നമ്പേഴ്സിൽ വന്നു. ഒടുക്കം ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു, നിൽക്കേണ്ടി വന്നു. അങ്ങനെ അത് ഐ വാസ് സോ ഓണേഡ്. നമ്മുടെ ആളുകൾക്ക് ആ ഒരു വിദേശത്തിരുന്നിട്ട് ഇത്ര ഒരു സ്നേഹം അവർക്കുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ ഉടനെ ദർ വാസ് എ ടോക്ക് ഓൺ രാജ രവിവർമ്മ. സ്വാതിരുന്നാൾ വേറെ, അത് ലോസ് ആഞ്ചലസിൽ. രാജ രവിവർമ്മയെക്കുറിച്ച് സാൻ ഫ്രാൻസിസ്കോയിലും ഉണ്ടായിരുന്നു, ലോസ് ആഞ്ചലസിലും ഉണ്ടായിരുന്നു. അവർക്ക് ഈ വെളിയിൽ താമസിക്കുന്ന ആളുകൾക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാനായിട്ട് കുറച്ചുകൂടെ ഒരു ആകാംക്ഷയുണ്ട്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ മാതിരി. അതുപോലെ കുളച്ചൽ യുദ്ധത്തിനെ പറ്റി നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എത്ര കുട്ടികൾക്ക് അറിയാം?
അത് ആദ്യമായിട്ട് ഏഷ്യയിൽ ഒരു നാട്ടുരാജ്യത്തിൻ്റെ വിജയമാണ് ഒരു യൂറോപ്യൻ പൗരനിൽ. അപ്പോൾ അത് എത്ര പേർക്ക് അറിയാമെന്ന്. പക്ഷെ അവിടെ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാനായിട്ട് കൂടുതലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതും അന്ന് ക്യാപ്റ്റീവായിട്ട് പിടിക്കപ്പെട്ട ക്യാപ്റ്റൻ ഡിലനോയുടെ ഡിസെൻഡൻറ്റ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോടൊക്കെ പലപ്പോഴും ഒരല്പം അഹങ്കാരത്തോടെ പറയാറുണ്ട്, ലോകത്തെ കിടുകിട വിറപ്പിക്കുന്ന അമേരിക്ക, ആ അമേരിക്കയുടെ ഒരു മുൻ പ്രസിഡന്റ് തിരുവിതാംകൂർ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ പൂർവികൻ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ശമ്പളക്കാരനായിരുന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റിൻ്റെ പൂർവികനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ്. റൂസ്വെൽറ്റിൻ്റെ വൈഫ് എലിനർ റൂസ്വെൽറ്റ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മയില്ല അവർ വരുന്നത്. പക്ഷേ അന്ന് ഇവിടെ ആരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ഈ വിവരം മിസ്സസ് റൂസ്വെൽറ്റിനെ അറിയിച്ചു. അവർക്കത് സന്തോഷമായോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. ബിക്കോസ് ഷീ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മെട്രിയാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, മാട്രിലീനിയൽ സിസ്റ്റം എന്തോന്നാണ് എന്ന് പറഞ്ഞ് അവരത് വളരെ ആളുകളുടെ അടുത്ത് അത് ചോദിച്ചിട്ട് തിരികെ പോയി പറഞ്ഞു. ഞാൻ മലയാള രാജ്യത്ത് പോയപ്പോൾ അവിടെ ഈ മരുമക്കത്തായം സമ്പ്രദായം, അമ്മ വഴി ഉള്ള ഇൻഹെറിറ്റൻസ്, അതിനെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒരുപാട് മറുപടികൾ കിട്ടി. പക്ഷേ എനിക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സ്ത്രീകൾക്ക് നല്ലതാണ് എന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ദി ലേഡീസ്. നമ്മുടെ അതുപോലെ ഓസ്ട്രിയയിൽ വലിയൊരു എക്സിബിഷൻ നടന്നപ്പോൾ ഇന്ത്യൻ ഹെറിറ്റേജിനെ കുറിച്ച് ഒരു വലിയൊരു എക്സിബിഷൻ നടന്നപ്പോൾ അവിടെയും തമ്പുരാട്ടി പ്രഭാഷണം നടത്തിയില്ലേ? അവിടെ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തു. പക്ഷേ അവിടെ ഇറ്റ് വാസ് നോട്ട് അബൌട്ട് കേരളത്തിനെ കുറിച്ചോ തിരുവിതാംകൂറിനെ കുറിച്ചോ മാത്രമല്ലായിരുന്നു, ഓൾ ഓവർ ഇന്ത്യ. അതിനെപ്പറ്റി ഒരു ഗംഭീര എക്സിബിഷനാണ്. ഒരു പഴയ ഒരു കാസിലിൽ വെച്ചായിരുന്നു. ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയി. നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ, മ്യൂറൽ പെയിൻറ്റിങ്, ഒരു ചെറിയ ഓണവില്ല്, ഇങ്ങനെ കൊച്ചു കൊച്ചു സാധനങ്ങൾ നമ്മളും. പിന്നെ അവർക്ക് ഇത് വേണമെന്ന് പറഞ്ഞു, നെട്ടൂർ പെട്ടി, അത് ഇതൊക്കെ കൊണ്ടുപോയി അവിടെ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇവർക്ക് അന്ന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലും അധികവും ജർമ്മൻ സംസാരിക്കുന്നവരാണ്. പക്ഷേ സൈമിൾട്ടേനിയസ് ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. അത് അത്ര ഭംഗിയായിട്ട് അവർ ചെയ്തുകൊണ്ട് നമ്മൾ അറിയേയില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ സൈമിൾട്ടേനിയസ് ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് ഒരു വിധത്തിലും അതുകൊണ്ടൊരു പ്രശ്നമില്ല. അതുപോലെ തമ്പുരാട്ടി ലോസ് ആഞ്ചലസിൽ വെച്ച് സ്വാതിരുനാൾ മഹാരാജാവിനെ കുറിച്ചും രാജാ രവിവർമ്മ കോയിത്തമ്പുരാനെ കുറിച്ചും ഒരു ടോക്ക് നടത്തിയില്ലേ? സ്വാതിരുനാളിൽ ഇപ്പോഴും സ്വാതിരുനാളിനെ കുറിച്ച് ഒരു ദിവസം അവർ സ്വാതിരുനാൾ ഡേ എന്ന് പറഞ്ഞ് ലോസ് ആഞ്ചലസിൽ നടത്തുന്നുണ്ട്. ലോസ് ആഞ്ചലസിൽ എല്ലാ വർഷവും നടത്തുന്നുണ്ടെന്ന് മാത്രമല്ല, ഒരു 10-50 പേര് കലാകാരന്മാർ അതിൽ പങ്കെടുക്കും. സംഗീതമായിട്ടും നൃത്തമായിട്ടും വാദ്യമായിട്ടും. അല്ല, അവിടെ ഉള്ളവർ അവർ എന്നിട്ട് ഒരൊറ്റ പാട്ട് പോലും അവർ റിപ്പീറ്റ് ചെയ്യില്ല. അത്ര അല്ല, ഈ 50 പേരും ഇപ്പോൾ ഒരേ പാട്ട് തന്നെ 3-4 പേർക്ക് അവതരിപ്പിക്കാമല്ലോ, അങ്ങനെയില്ല. അവർ നേരത്തെ അത് പ്ലാൻ ചെയ്ത് വളരെ മനോഹരമായിട്ട് നടത്തുന്ന ഒരു സംഭവമാണ്. ഉച്ചയ്ക്ക് ഒരു ബ്രേക്ക് വരും. ബ്രേക്ക് വരുമ്പോൾ അവിടെയുള്ള മലയാളി സ്ത്രീകളെല്ലാവരും കൂടെ ആഹാരമൊക്കെ ഉണ്ടാക്കും. അവിടെ ഇന്നിപ്പോൾ ഇവിടെ പനീർ കറിയും പറോട്ടയും ഫ്രൈഡ് റൈസും കൊടുക്കുന്നത് അവിടെ ഓലനും എരിശ്ശേരിയും ഒക്കെ മെഴുക്കുവരട്ടിയും ഒക്കെ ഉണ്ടാക്കി അങ്ങനത്തെ ഊണാണ് അവർ തരുന്നത്. പിന്നെ രാജാ രവിവർമ്മയെക്കുറിച്ചും അവരൊരു ഇത് ചെയ്യാറുണ്ട്, ഒരു പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതിനും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമുക്കിതിനുള്ള യോഗ്യത എന്തോന്ന്, രാജാ രവിവർമ്മയുടെ കൊച്ചുമകളുടെ കൊച്ചുമകൾ, അതാണ് നമ്മുടെ യോഗ്യത. എന്നാലും ചിത്രമെടുത്ത് അപ്പൂപ്പനായിരുന്നു അദ്ദേഹത്തിന് എൻ്റെ അമ്മൂമ്മ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ കിട്ടിയത് ഷിക്കാഗോയിലാണ്. അപ്പോൾ ആ അമേരിക്കയുമായിട്ടൊരു കണക്ഷനുണ്ട് നമുക്ക്. ഇപ്പം തമ്പുരാട്ടിമാർക്ക് രണ്ടുപേർക്കും ഏതാണ്ട് ഒരേ സമയത്താണ് അത്യുന്നതമായ 2 പുരസ്കാരങ്ങൾ കിട്ടുന്നത്. ഇപ്പം അശ്വതിനാൾ തിരുമനസിന് ഇന്ത്യയിലെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീ കിട്ടുമ്പോൾ തമ്പുരാട്ടിക്കാകട്ടെ ഫ്രാൻസിലെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ ഷെവലിയർ പുരസ്കാരം. അപ്പം അതോടൊപ്പം ഈ ചുറ്റിപ്പറ്റി കുറേ വിവാദങ്ങളും ഉണ്ടായല്ലോ. അത് പ്രത്യേകിച്ച് പത്മശ്രീയായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ വിവാദങ്ങളും ഉണ്ടായി. അതിനെക്കുറിച്ച് തമ്പുരാട്ടി എന്ത് പറയുന്നു, ഈ വിവാദ വ്യവസായത്തെക്കുറിച്ച്? അല്ല, വിവാദം അത് ആളുകൾക്കൊരു രസമാണ്. നമ്മൾ എന്തോതിനെ പറ്റിയാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടെങ്കിൽ പോലും അഭിപ്രായം പറയാനായിട്ട് നമ്മുടെ ആളുകൾ തയ്യാറാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മലയാളിക്ക് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികൾക്കും ഉള്ള ഒരു അംഗീകാരമാണ്. ചിലപ്പോൾ നമ്മൾ ആ അംഗീകാരത്തിനോട് യോജിപ്പില്ലായിരിക്കും.
ചിലപ്പോൾ ആ കിട്ടുന്ന വിഷയത്തിനോട് നമുക്ക് യോജിപ്പില്ലായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ അവരെ നിന്ദിക്കുക, ഇല്ലെങ്കിൽ തരം താത്താൻ ശ്രമിക്കുക, അങ്ങനെ ഞങ്ങൾ ശീലിച്ചിട്ടില്ല. ചിത്രനാൾ മഹാരാജാവ് എന്നും പറയും, നല്ലത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കൂ. അപ്പോൾ ഒരാളെ വെറുതെ ദൂഷിച്ചിട്ട് എന്താ കാര്യം? അത് നമ്മളെ തന്നെ അപമാനിക്കുകയല്ലേ. ഏത് അംഗീകാരമാണെങ്കിലും അത് നമ്മുടെ പ്രത്യേക ഒരു കുത്തകപ്പാട്ടമൊന്നുമല്ല, എല്ലാ മലയാളികൾക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണത്. പിന്നെ എനിക്ക് കിട്ടിയത് രണ്ടും വിദേശത്തു നിന്നായിരുന്നു. അപ്പോൾ വിവാദത്തിന് സ്കോപ്പ് കുറവാണ്. എന്നാലും ആരെങ്കിലും കണ്ടുപിടിക്കും എന്തെങ്കിലും. അതൊന്നും നമ്മൾ ഒരു പ്രത്യേകം അതിനെ അതുകൊണ്ടൊരു വിഷമം ഉണ്ടാവുകയോ അതിന് കാര്യമില്ല. എല്ലാം ഭഗവാന്റെ കാരുണ്യം, ഇത്രയേ ഉള്ളൂ. ഭഗവാനാണ് നമുക്ക് ഓരോ ദിവസവും, ഈച്ച് ഡേ ഈസ് എ ഗിഫ്റ്റ് ഇല്ലേ? പ്രത്യേകിച്ച് എൻ്റെയൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അതുപോലെ ഭഗവാൻ രണ്ട് കൈ കൊണ്ടും തരുന്നു. ചിലത് നല്ലതായിരിക്കും, ചിലത് വിഷമമുള്ളതായിരിക്കും. അതാണ് ജീവിതം, മനുഷ്യൻ്റെ എല്ലാവരുടെയും ജീവിതം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ തമ്പുരാട്ടി ഇത്രയും സമയം നഗരത്തിൻ്റെ കഥയ്ക്കായി അനുവദിച്ചതിന് വളരെ നന്ദി. അതുപോലെ തന്നെ നഗരത്തിൻ്റെ കഥയുടെ പ്രേക്ഷകർ നിരവധി പേരാണ് തമ്പുരാട്ടിക്കുള്ള ആശംസകൾ പേജിലും ഗ്രൂപ്പിലും ഒക്കെ ഇട്ടിരുന്നത്. അപ്പോൾ അത് പേര് പറഞ്ഞ് തമ്പുരാട്ടിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അവരുടെ ആശംസകൾ പേര് പറഞ്ഞ് അവരോടൊരു നന്ദി പറയാൻ നിവർത്തിയില്ല. ഇതിപ്പോൾ ഈ ഓരോ അംഗീകാരങ്ങൾ കിട്ടുന്ന അത്രയും വലിപ്പമുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ അംഗീകാരവും. ഓരോ നല്ല വാക്ക് പറയുന്നതും ഞങ്ങൾക്ക് ഒരു അംഗീകാരം മാത്രമല്ല, ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. എല്ലാവർക്കും പ്രത്യേകം ഞങ്ങളുടെ നന്ദി മാത്രമല്ല, സ്നേഹവും അനുഗ്രഹവും.